പുലിപ്പാല് കൊണ്ടുവരാൻ, രാജാധികാരം ഒഴിവാക്കാൻ പുലിപ്പാല് കൊണ്ടുവരാൻ ഉപദേശിച്ച വക്രബുദ്ധിയിൽ നിൽക്കാതെ പുലിപ്പാല് തന്നെ കൊണ്ടുവന്ന മണികണ്ഠൻ്റെ കഥയുണ്ടല്ലോ, അത് കഥയായാലും അതിന് മിത്തായാലും മലയാളി അത് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു മണികണ്ഠനെ. അങ്ങനെ തീർച്ചയായും അയ്യപ്പൻ ഇറങ്ങിക്കളിച്ചത് ഹൈക്കോടതി വഴി ആയിരിക്കുമെന്ന് ഒരാളും വിചാരിച്ചില്ല. അങ്ങനെ ഇടതുപക്ഷത്തിനും CPM-നും ഉണ്ടായിരുന്ന ഒരു അപ്പർ ഹാൻഡ് നശിച്ചു പോയി, അല്ലെങ്കിൽ അതില്ലാതായി. നനച്ചതും നടന്നതും. നനച്ചത് എന്താണെന്ന് വെച്ചാൽ ആഗോള സംഗമം നടത്തി, അയ്യപ്പ സംഗമം നടത്തി, സർക്കാരിൻ്റെ പണവും കൂടി കൊടുത്ത് 8 കോടി രൂപയാണ് ചിലവാക്കി സ്പോൺസർമാരെല്ലാം കൊണ്ടുവന്ന് വലിയ ഹൈപ്പുണ്ടാക്കി, PR വർക്ക് നടത്തി, പത്രങ്ങളിലൂടെ എഴുതി, ഫോട്ടോ വെച്ച്, അയ്യപ്പൻ്റെ ഫോട്ടോയേക്കാൾ വലുതായി മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് ഇത് രാജ്യം മുഴുവൻ കാടിളക്കി നടത്തിയെങ്കിലും 3000 പേർക്കുള്ള വേദി ഒരുക്കിയിട്ട് അവസാനം അത് 300 പേരിൽ താഴെ എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമയത്ത് മാത്രം കുറച്ച് പേർ ഫ്രണ്ടിലുണ്ടായിരുന്നു, ബാക്കിലുള്ള എല്ലാ കസേരകളും ഒഴിഞ്ഞു കിടന്നു. ഗ്രൂപ്പ് ചർച്ചയായപ്പോൾ 50 പേര് വീതം പോലും ഗ്രൂപ്പിലില്ലാതായി. ആദ്യം ബാരിക്കേഡ് വെച്ചു, ടിക്കറ്റ് വെച്ചു, കൂപ്പൺ വെച്ചു, രജിസ്ട്രേഷൻ വെച്ചു. മിനിറ്റുകൾക്കകം അതെല്ലാം എടുത്തു മാറ്റി വഴിയെ പോയ തമിഴ്നാട്ടിലെ അയ്യപ്പന്മാരെയും ഒക്കെ അതിനകത്ത് പിടിച്ച് കയറ്റി. എന്നിട്ടും അത് ഹാൾ നിറയ്ക്കാൻ കഴിഞ്ഞില്ല. ലോക്കലായി ആളുകളെ ഫോൺ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ദൂരത്തിലല്ല ഇത് നടത്തിയത്. ഒരുപക്ഷെ മറ്റൊരു പഞ്ചായത്തിലോ മറ്റേതെങ്കിലും പ്രദേശത്തിലോ ആണ് നടന്നതെങ്കിൽ വാട്സപ്പ് മെസ്സേജുകൾ പോയി ആ ഹാൾ നിറഞ്ഞേനെ. അത് നടന്നില്ല.